ഹലോ ഫ്രണ്ട്സ്, ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് വന്നേക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. അതായത് ഒരു പരിപ്പിന്റെ റെസിപ്പിയാണ്. വെറും പരിപ്പ് കറിയല്ല, അത് ദേ ഇതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. ഇതിനെന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നേ? പീച്ചിങ്ങ എന്നാണ് എനിക്കറിയാവുന്ന പേര്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ കമന്റ് ചെയ്യുക. പിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന് തേങ്ങയൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇതിൽ തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ തേങ്ങ യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പൊ റെസിപ്പി എങ്ങനെയാന്ന് കണ്ടാലോ? ഓക്കേ, കമോ. അപ്പൊ ആദ്യം തന്നെ കറി റെഡിയാക്കാനായിട്ട് നമുക്കൊരു കുക്കറിലേക്ക് 1.5 കപ്പ് ചെറുപയറിന്റെ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് തൊമരപ്പരിപ്പോ കടലപ്പരിപ്പോ വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു പരിപ്പ് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. ഇനി ഇതിലേക്ക് ആ ഒരു പീച്ചിങ്ങ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ടോട്ടലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു പീച്ചിങ്ങയിൽ തന്നെ കുറച്ച് വെള്ളമൊന്ന് ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അപ്പം നമ്മൾ ഇതിലേക്കുള്ള എല്ലാ ചേരുവയും ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 1 ടീസ്പൂൺ കടുക്. ഇനി കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്കൊരു 2 ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമുക്കിതിലേക്കൊരു 2 വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം 4 വിസിൽ അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു പീച്ചിങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഈ പരിപ്പിൻ്റെ കൂടെ അങ്ങ് ഉടഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മൾ പീച്ചിങ്ങ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. ഇതേപ്പം നമ്മുടെ കടുക് വറുത്തതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പോടൊന്ന് നോക്കി ഇതുപോലൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് ജസ്റ്റ് തിളപ്പിക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ അരപ്പൂടെ ഇതിൽ വേണമെങ്കിൽ ചേർത്ത്, പക്ഷെ അതില്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും അടുത്ത വട്ടം ഇതുപോലെ പീച്ചിങ്ങ മേടിക്കുമ്പോൾ ഈ ഒരു കറി മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.